ഇന്നുണ്ടല്ലോ നമുക്ക് വാളയും ഇട്ട് കിട്ടിയത്. ഇന്നലെ ചേട്ടൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ വാള. ഞാൻ ഇന്ന് രാവിലെ എടുത്തിട്ട് നേരാക്കാം. എനിക്ക് വൈകുന്നേരം നേരാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ വാളമീനുണ്ട്, ഒരു കരിമീനും ഉണ്ട് കേട്ടോ. കരിമീനാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ചില മീനുകളെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കരിമീനാണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ തിരുത്താട്ടോ. അപ്പം വാള സാധാരണ നമ്മളവിടെ മേടിക്കാറില്ല കേട്ടോ. ചേട്ടന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ് വാളമീൻ. പക്ഷെ എനിക്കിഷ്ടമാണ്. എനിക്ക് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്റ്റൈലുണ്ടല്ലോ വാളമീൻ കറി, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുപോലെ വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് പണിയൊന്നും ഇല്ലാത്ത ഒരു മീനാണ് കേട്ടോ വാള. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് പണി കുറച്ചുകൂടെ എളുപ്പമുണ്ട് എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ മീൻ നേരാക്കൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാനെന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നമില്ല ഇപ്പോൾ, കാരണം നമുക്ക് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടോ ഈ ഒരു മീൻ നേരാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സ്പീഡിൽ കഴിയും. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ മീനൊക്കെ നേരാക്കിയിട്ടുണ്ടായിരുന്നത്. അധികം ചെതുമ്പലുള്ള മീനൊക്കെ ആണെങ്കിൽ കേട്ടോ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്നത്. ഇങ്ങനത്തെ മീനുകൾ നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടെ നേരാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനതൊക്കെ വെട്ടി നേരാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടല്ലോ മാങ്ങ വേണം കേട്ടോ. ഞാൻ മാങ്ങയിട്ട് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ പറിക്കി ഇറങ്ങിയതാണ്. നമ്മൾ ഇത് വേറൊരു ടൈപ്പ് മാങ്ങയാണ് കേട്ടോ. അത് എന്താ അതിൻ്റെ പേരെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. 2-3 വർഷമായി നമ്മൾ കായ്ക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതുവരെ നമ്മൾ പറിക്കുക അതുപോലെ തന്നെ കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. താഴെ വീണത് മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതിൽ മിക്കവാറും പുഴുവൊക്കെ ഉണ്ടാവും. പക്ഷേ പച്ചയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പുളിയുള്ള മാങ്ങയല്ലേ, അപ്പം എന്നാൽ കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പറിച്ചാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയാം. നമുക്ക് വേണ്ട മാങ്ങയെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മാങ്ങയൊന്നും ഞാൻ അതിലേക്ക് ഉപയോഗിക്കില്ല കേട്ടോ, കുറച്ച് ഉപയോഗിക്കുള്ളൂ. പക്ഷേ കൂടുതൽ ഇങ്ങനെ എപ്പോഴും പറിച്ച് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉപ്പ് കൂട്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ സായുന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളകും ഇട്ട മാങ്ങ. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ അരിഞ്ഞ് കഴിക്കുകയോ ചെയ്യും. മാങ്ങ പറിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തേങ്ങയും കൂടെ പൊതിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി നമുക്ക് ചിരണ്ടി എടുക്കണം, കാരണം നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു മീൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കുക കേട്ടോ. കാരണം ആകെ ഒരു കുഞ്ഞു മീനുള്ളൂ. അതിപ്പോൾ ഒന്നൊന്നിനും പറ്റില്ല, കറിയിൽക്കിടാനും പറ്റില്ല, അതുപോലെ തന്നെ ഫ്രൈ ചെയ്താൽ ആകെ തിരിയലുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ അത് ചേട്ടന് കൊടുക്കാം, വേറെ ആർക്കും അത്ര മീൻ പ്രിയരൊന്നും ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ മീനങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കരിമീനാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടി തേങ്ങാപ്പാലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ നേരാക്കിയതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ടു, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ടു, മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി അവർ ഇടുമോയെന്ന് എനിക്കറിയില്ല, തൃശ്ശൂർക്കാരൊക്കെ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇടാറുണ്ട് കേട്ടോ സാധാരണ, എനിക്കിഷ്ടമാണ്. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക, 2 പച്ചമുളകും കൂടി കീറിയിട്ടുണ്ട്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇട്ട് ഇളക്കി കുത്തി ഇളക്കരുത് കേട്ടോ, അത് സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് കുത്തി ഇളക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അതിനൊക്കെ മുന്നേ പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, തേങ്ങയുടെ 2-ാം പാലാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തീരെ കുറവാണ് പാൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റാണ് കേട്ടോ ബാക്കി പണി എന്ന് പറയുന്നത്. ആ സമയം കൊണ്ട് ഞാനുണ്ടല്ലോ ആ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ. അതൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം നമ്മളുണ്ടല്ലോ ഇതുപോലെ പാത്രത്തിലാണ് കേട്ടോ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കുക എളുപ്പമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കൂടി കഴുകി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 3 തരത്തിൽ ഉപ്പ് എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. ഒന്ന് ഉപ്പ് വെള്ളം, അതുപോലെ തന്നെ ഉപ്പ് പൊടി, ഉപ്പ് കല്ല്. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതിൽ ഉപ്പ് കല്ല് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് തോരന് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപ്പ് പൊടിയാണ് ആവശ്യം. മറ്റേത് എന്താ കറിക്കൊക്കെ നമുക്ക് ഉപ്പ് കല്ല് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ കടുകും കൂടി ഇട്ട് കൊടുത്തു. ഞാൻ ഈ ഒരു പാത്രം വാങ്ങിയിട്ടുള്ളത് നമ്മുടെ അടുത്ത ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറേ വാങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഈ ഒരു സാധനം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. മീൻ കറി ആയിട്ടില്ല, ഇനി 2-ാം പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. 2-ാം പാലം ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് കടുക് പൊട്ടിക്കാൻ വേണ്ടുള്ളൂ കേട്ടോ. കറിവേപ്പില മുറ്റത്തുള്ളതുകൊണ്ടാണ് കേട്ടോ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ നമ്മൾ ഓടുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇരിപ്പാവും. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തിടാം. ഞാനുണ്ടല്ലോ കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ വെജിനൊക്കെ ഉണ്ടല്ലോ കടുക് നമുക്ക് ഉപയോഗിക്കാറില്ല കേട്ടോ. അല്ലാതെ നമ്മുടെ സാധാരണ വെജിനൊക്കെയാണ് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിൽ ചേർത്തേക്കണം ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില,
ഇതൊക്കെ കൂടിയിട്ട് അങ്ങ് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് അതും കൂടി ഇട്ടതിന് ശേഷം ഇതാണ് കേട്ടോ എൻ്റെ കടുക് പൊട്ടിക്കലെന്ന് പറയുന്നത്. ആ സമയത്ത് ഇതാ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ മെല്ലെ നിൽക്കുന്ന കാരണം കൊണ്ട് ഞാൻ എന്താ പറയുക ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ സായു നേരത്തെ നീറ്റ് വന്നിട്ട് എന്നോട് സംസാരിക്കണമുണ്ടോ. അപ്പം അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. കാരണം നമ്മൾ ഈ അടുക്കളയിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേരം നിൽക്കുമ്പോൾ നമുക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ സംസാരിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന പണി നമുക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. കാരണം സാധാരണ ഞാൻ കറി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല, പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങയുടെ പുളി കുറവായ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറിക്ക്. പിന്നെ ആ സമയം കൊണ്ട് ചേട്ടൻ എന്താ ചിക്കൻ കൊടുത്തിട്ടുണ്ടേ. നമ്മൾ ഒരു ദിവസമായിട്ട് ഇപ്പോൾ ചിക്കൻ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അത് കഴുകിയിട്ട് പിന്നെ നമ്മൾ ഓരോ ഡപ്പകളിലാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുട്ട ഉണ്ടായിരുന്നു 2 എണ്ണം. അപ്പോൾ ഞാനത് ഇന്ന് 2 എണ്ണമൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ടോ. ഒരെണ്ണം എന്നെ കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നെ കേട്ടോ. കാരണം ചേട്ടൻ എപ്പോഴും ചീത്ത പറയണ അതിനാണ്, നീ ഒരെണ്ണമെങ്കിലും കഴിക്കുന്നത്. കാരണം നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ ഒരു മുട്ടയെങ്കിലും കഴിക്കുന്നത് നല്ലതാണല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ഈ കഴിക്കാൻ ഈ ചിക്കനും മുട്ടയൊക്കെ കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ ഇന്ന് 2 മുട്ട, ഇന്ന് നല്ല വിശപ്പുള്ളതുകൊണ്ടാവുന്നു, 2 മുട്ടയൊക്കെ എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ആ സമയം കൊണ്ട് ചായ ആയിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് പാൽ ചായ നിർത്തിയേക്കാണ് കേട്ടോ. ഇപ്പോൾ കോഫി അതുപോലെ തന്നെ ഇടയ്ക്ക് ചായ അങ്ങനെ മാറിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ചായ എനിക്കുള്ളത് എടുത്തു, പിന്നെ ചേട്ടനുള്ള ചിക്കനും എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ദോശ തന്നെയാണ് കേട്ടോ. ഇവിടെ മിക്കവാറും ഇപ്പം ദോശയാണ്, പൊടി ദോശ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് ചേട്ടൻ കഴിക്കില്ല, ഞങ്ങളെല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പൊടിദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വേറെ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ എളുപ്പവും അതാണല്ലോ, പിന്നെ എല്ലാവർക്കും ഇഷ്ടവും അതാണ്. പിന്നെ എന്തിനാപ്പോൾ നമ്മൾ വേറെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ എൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സായു അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അത് കാരണം തന്നെ എനിക്ക് ഇന്ന് അടുക്കളയിൽ പണിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ നമ്മുടെ തൊടിയിൽ പോയിട്ട്, തൊടിയിൽ ഇപ്പം ഉണ്ടല്ലോ അപ്പുറത്തെ പറമ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ മൾബറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ 1.5 അവിടെ പോയിട്ട് പറിക്കുകയാണ് കേട്ടോ. ഇത്രയും തന്നെ കിട്ടും, ഇഷ്ടം പോലെ താഴെ വീണ് പോവുകയാണ് കേട്ടോ. അപ്പം ഞാനത് പറിച്ചു കൊണ്ടുവന്നിട്ട് സായുവിന് കൊടുക്കുകയാണേ. 2 പേർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ മൾബറി. പക്ഷെ പറിക്കാൻ വരാൻ പറഞ്ഞ ഒരാളും പറിക്കില്ല കേട്ടോ, ഭയങ്കര മടിയാണ്. നമ്മൾ പറിച്ച് കൊണ്ടുവന്ന് കൊടുത്താൽ കഴിക്കും കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.